നല്ല രുചിയുള്ളതും എന്നാൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഈ തൈര് സാദം. തൈര് സാദത്തിന് നമ്മൾ കുറച്ച് ചോറെടുത്തിട്ട് നന്നായിട്ട് വെള്ളച്ചോറാണ് ചോറെടുത്തിട്ട് വെള്ളച്ചോറ് അല്ലെങ്കിൽ ബിരിയാണി റൈസോ അങ്ങനെ എന്തെങ്കിലും എടുത്താൽ മതി. നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുന്ന പരുവത്തിൽ നന്നൊരു കുഴച്ചെടുക്കുക. അതിലേക്ക് തൈര് ഒഴിക്കുക. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചേർക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ചേർക്കുന്നത് കുറച്ച് ക്യാരറ്റ്, കുറച്ച് ബീൻസ്, പിന്നെ കുറച്ച് പൊട്ടുകടല, കടുക് വറുത്തതിന് ശേഷം ആണ് ഇടുന്നത്. എന്നിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും വത്തൽമുളകും അതുപോലെ തന്നെ കശുവണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതൊക്കെ വരുമ്പോൾ അതിൻ്റെ ഒരു എല്ലാം കൂടെ ചേർന്നിട്ട് അതിൽ മിക്സ് ചെയ്ത് ഇളക്കി കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ നമ്മൾ അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് ആണ് ഇതിൻ്റെ അകത്തേക്ക് ഇത് നമ്മളൊന്ന് ചെറുതായിട്ട് വാട്ടിയെടുക്കുക. കാരണം ഇതിന് ഈ പച്ചക്കറിക്ക് കുറച്ച് ഉപ്പ് കിട്ടാൻ വേണ്ടിയിട്ടും കൂടിയാണ്. എന്നിട്ട് നമ്മൾ കുറച്ച് ഒരു സ്പൂൺ കായപ്പൊടി അത് നമ്മൾ തൈരിനനുസരിച്ച് കായപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് കടുക് വറുത്തത് അതിലേക്ക് ഇട്ടാൽ അടിപൊളി സംഗതി റെഡിയായി. ഇത് തനിയോ ചോറിൻ്റെ കൂടിയോ ഒക്കെ ഇളക്കി യോജിപ്പിച്ച് കഴിക്കാൻ പറ്റും.